ഇപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മള് പലതരം കളികള് പാടുന്നവരുണ്ട്, അങ്ങനെ പല രീതികളിലാണ് കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോ എങ്ങനെ ഒരു കുട്ടിയുടെ ടാലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സ്പോർട്സ് ആണോ അല്ല മ്യൂസിക് ആർട്ടാണോ ഒന്നും നമുക്കറിയില്ല. പോൾസൺ എങ്ങനെയാണ് ശരിക്കും ആദ്യമായിട്ട് ഈ മ്യൂസിക്കിലേക്കൊക്കെ വരുന്നത് എങ്ങനെയാണ്? അത് ഞാനിപ്പോ ആക്ച്വലി ഞാൻ ജനിച്ചിരിക്കുന്ന ഒരു മ്യൂസിക്കൽ ഫാമിലിയിലാണ്. അപ്പോ അപ്പച്ചനും പാടുക, ഹാർമോണിയം വായിക്കുക, തബല വായിക്കുക അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജോലി ഉള്ളതുകൊണ്ട് ഫുൾ ടൈം മ്യൂസിക്കിലായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പള്ളിയിൽ പയറും അങ്ങനെയൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് മ്യൂസിക്കിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുപോലെ ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിൽ ഒരു ഫുൾ ടൈം മ്യൂസീഷ്യനായിട്ട് ഉണ്ടായിരുന്നത് അപ്പച്ചന്റെ അനിയനാണ്, കെ പോൾ എന്ന് പറയും. വയലിനിസ്റ്റ് ആയിരുന്നു. അപ്പൊ എളപ്പനാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് ഫുൾ ടൈം മ്യൂസീഷ്യനായിട്ട് വന്നിട്ടുള്ള ഒരാൾ. അതിനുശേഷം ഉള്ള അപ്പച്ചന്റെ മക്കളായിട്ടുള്ള ഞങ്ങൾ ആക്ച്വലി 7 പേരാണ് മക്കളുള്ളത്. 7 മക്കളില് 4 ആണും 3 പെണ്ണും ആണ്. അതിലെല്ലാവർക്കും മ്യൂസിക് ഉണ്ട്, എല്ലാവരും പാട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ഇവര് മാരീഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സിസ്റ്റേഴ്സ് എല്ലാവരും കുറച്ച് അങ്ങനെ ഒരു മാരീഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ലൈഫിലാണ്. ബാക്കി ഞങ്ങൾ 4 പേരും ഇപ്പോഴും ഫുൾ ടൈം മ്യൂസിക്കിൽ തന്നെയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ചെറുപ്പം മുതലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് വീട്ടിലുള്ളത്. അതിനുള്ള സാഹചര്യം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ ഞാൻ പറഞ്ഞല്ലോ തബല വായിക്കുന്നുണ്ട്. അപ്പൊ അപ്പച്ചന് ഈ തബലയോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഈ അങ്ങനെ കാസറ്റുകൾ, അന്നത്തെ കാലത്ത് കാസറ്റുകൾ മാത്രമേ, അപ്പൊ കാസറ്റുകൾ വാങ്ങുമായിരുന്നു. അപ്പൊ തബലയുടെയും സിത്താറിന്റെ ഒക്കെ ആയിട്ട്. അപ്പോ അങ്ങനെ ഒരിക്കൽ അപ്പച്ചൻ വാങ്ങിച്ചു കൊടുന്ന് വന്നിട്ടുള്ള, പണ്ട് മുതൽ അപ്പച്ചൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുമെങ്കിലും ഞാനെല്ലാം ശ്രദ്ധിച്ചിരുന്നൊന്നുമില്ല. ചെറുപ്പത്തിന്റെ വേറെ കളികളൊക്കെ കുറച്ചും കൂടി ഒരു സ്കൂളിലൊക്കെ വന്ന് ഒരു UP സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുറച്ചുകൂടി ഇങ്ങനത്തെ മ്യൂസിക് അങ്ങനെയൊക്കെ എന്താ സംഭവങ്ങൾ എന്നുള്ളതൊക്കെ നോക്കി തുടങ്ങിയത്. അപ്പൊ ഒരിക്കലൊരു കാസറ്റ് കൊണ്ടുവന്നിരുന്നു. അത് രവിശങ്കറും അതുപോലെ രവിശങ്കർ കൂടാതെ ഈ കാസറ്റില് സക്കീർ ഹുസൈൻ ആയിരുന്നു. ഇതിന്റെ കൂടെ തന്നെ ഒരു കാസറ്റ് കൂടി ഉണ്ട്, 2 കാസറ്റ് ആയിട്ട് വന്നത്. അതിലൊന്ന് മല്ലാരക്കും സക്കീർ ഹുസൈൻ കൂടിയുള്ള ഒരു ജുഗൽ കാസറ്റ് ആയിരുന്നു. അപ്പൊ അതിലാണ് ഞാൻ ആദ്യമായിട്ട് സിത്താർ കേൾക്കണത്. അപ്പൊ അതിനു മുമ്പ് നമ്മൾ അങ്ങനെ സിത്താർ കേട്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. ആക്ച്വലി സിത്താറിന്റെ സൗണ്ടുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും ഈ പഴയ പാട്ടുകളിലൊക്കെ സിത്താർ ഉള്ളതുകൊണ്ട്. അതുപോലെ നമ്മള് പഴയ ദൂരദർശനിലും ഒക്കെ എപ്പോഴും ഈ ഇൻസ്ട്രുമെന്റുകളൊക്കെ എപ്പോഴും കാണുമായിരുന്നില്ല. അപ്പൊ അങ്ങനെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ അതിനെപ്പറ്റി അങ്ങനെ ശ്രദ്ധിക്കേണ്ടി വന്നിട്ടില്ല. ആദ്യമായിട്ട് കേൾക്കണത് അങ്ങനെയാണ് സിത്താർ എന്നുള്ളത്. അപ്പൊ അന്നത് കേട്ടപ്പോൾ എന്തൊരു പ്രത്യേകത തോന്നി. അവന് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുമായിരുന്നു. പിന്നീട് അതുപോലെ തന്നെ മൂത്ത ചേട്ടനുണ്ട്. ചേട്ടനും ഇതുപോലെ ഒരുപാട് കാസറ്റും അങ്ങനെയുള്ള സാധനം ഗസലുകളും എല്ലാം കൊണ്ടുവരൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ ചേട്ടൻ അവിടെ പ്ലേ ചെയ്യും. അപ്പൊ ഞാൻ അന്ന് വെച്ചാൽ ഒരു സെറ്റ് അല്ലേ നമ്മുടെ വീട്ടില് ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ടാവും, വെച്ച് കഴിഞ്ഞാല് എല്ലാവരും കേൾക്കണം. അപ്പൊ അങ്ങനെ കുറെ ഗസലുകൾ കേൾക്കും. അപ്പൊ അതിനിടയിലൊക്കെ ഈ സിത്താറുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ അതുപോലെ ക്ലാസിക്കൽ മ്യൂസിക്കിന്റെ കാസറ്റുകൾ കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ കേട്ട് കുറച്ച് ഈ രാഗങ്ങളോട് ഇങ്ങനത്തെ ഒരു ശൈലിയോടൊരു ഇഷ്ടം കൂടും വന്നു. അപ്പൊ കൂടുതലും അതൊക്കെ കേൾക്കാന്ന് പറയുന്നത് കേൾവി അങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറി. കുറച്ചുകൂടി ഒരു ഹിന്ദുസ്ഥാനിയായിട്ടുള്ള ഒരു സംഗതി കേൾക്കലും അതുപോലെ തന്നെ ഗസലുകൾ കേൾക്കുക അങ്ങനത്തെ ഒരു രീതിയിൽ വന്നു. അപ്പം ഇതിനോടൊരു ഇഷ്ടം ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല കേരളത്തിലില്ല. പിന്നെ പ്രവർത്തനം ഞാനാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. അപ്പൊ പിന്നെ എനിക്ക് വേറെ കുറെ ദൂരം പോയിട്ട് പഠിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിവിടെ ചേതന എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് അക്കാഡമി ഉണ്ട്. ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ടുള്ളത്. എന്റെ തന്നെ വീട്ടിലെ തന്നെ എല്ലാവരും അവിടെ തന്നെ പഠിച്ചിട്ടുള്ള മൂത്ത ചേട്ടൻ ജോമൻ, അതുപോലെ 2ാം ചേട്ടൻ അൽഫോൻസ് ചേട്ടൻ, പിന്നെ താൻ്റെ താഴെ മനോജ് എന്ന് പറഞ്ഞ അനിയനുണ്ട്. ഇവരെല്ലാവരും ഞാനും ഒക്കെ അവിടെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് നമ്മളുടെ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞൊരു മാഷുണ്ട്. കൃഷ്ണകുമാർ മാഷ് ധാർവാഡിൽ പോയിട്ട് അവിടെ ഉസ്താദ് ബാലക്കൻ എന്ന് പറഞ്ഞ ഉസ്താദിന്റെ അടുത്ത് നിന്നാണ് സിത്താർ പഠിച്ചിട്ട് കേരളത്തിൽ വരുന്നത്. അങ്ങനെ ആധികാരികമായിട്ട് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അങ്ങനെ പോയി പഠിച്ചിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞ് കൃഷ്ണകുമാർ മാഷാണ്. അപ്പൊ അങ്ങനെ മാഷനെ ഇവിടേക്ക് ചേതനയിലേക്ക് ക്ലാസ്സിനായിട്ട് കൊണ്ടുവരികയും മാഷോട് ക്ലാസ് തുടങ്ങുകയും ചെയ്തു. ആ സമയത്താണ്
ഇങ്ങനെ ഞാൻ അറിഞ്ഞത്. ചേട്ടൻ വന്നിട്ട് പറഞ്ഞു അവിടെ ഇങ്ങനെ മാഷിന്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്, എന്താ എങ്ങനെയാ പോണമെന്നുണ്ടോ എന്നോട് ചോദിക്കണം. അതിന് മുമ്പേ തന്നെ എനിക്ക് ഈ പറഞ്ഞ ഹിന്ദുസ്ഥാനി ഒരു ഇതായത് കൊണ്ട് ഈ തബല പഠിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ തബല പഠിക്കണം തബല പഠിക്കാൻ പോയിട്ടില്ല. ഞാൻ പോണെന്ന് പറയുമായിരുന്നു. പോവാം എന്ന് പറഞ്ഞു ഇരിക്കായിരുന്നു. കാരണം വേറെ ഹിന്ദുസ്ഥാനായിട്ട് നമുക്ക് പഠിക്കാൻ വേറൊരു ഓപ്ഷൻ ഇല്ല, സാഹചര്യം. തൃശ്ശൂർ പറഞ്ഞപ്പോ ഹിന്ദുസ്ഥാനി ഒരു ഇൻസ്ട്രുമെന്റ് പറയുന്നത് തബല അല്ലാണ്ട് വേറൊരു ഇൻസ്ട്രുമെന്റ് ഇല്ല ആക്ച്വലി കറക്റ്റ് പഠിക്കാം. അപ്പോഴാണ് പിന്നെ കൃഷ്ണകുമാർ സാർ വരുന്നത്. അപ്പൊ അതാണെങ്കിൽ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ അതിനെ പറ്റി ചിന്തിക്കണല്ലേ, നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെ മാഷ് എടുത്തുനിന്നാണ് ഞാൻ ആദ്യമായിട്ട് പഠിച്ചു കൊടുക്കുന്നത്. ഒരു 6-7 വർഷത്തോളം മാഷ് എടുത്ത് സിത്താർ ക്ലാസ്സിന് പോയി. അതിനുശേഷം സിത്താർ തന്നെ ഫുൾ ടൈം സിത്താർ ആക്കാന്നുള്ളൊരു തീരുമാനം വന്നതിന് ശേഷമാണ് ധാർവാഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ധാർവാഡ് പോയി മാഷിനെ തന്നെ ഉസ്താദായിട്ടുള്ള ഉസ്താദ് ബാലകൻ സാഹിബിന്റെ അടുത്താണ് പിന്നീട് ഗുരുകുല സിസ്റ്റം ആയിരുന്നു ശരിക്കും. ഗുരുകുല സിസ്റ്റം ആയിരുന്നു. 7 വർഷത്തോളം ധാർവാഡ് തന്നെയായിരുന്നു. സ്ഥിരമായിട്ട് അവിടെ തന്നെ താമസിക്കും. വർഷത്തിലൊരിക്കലും എങ്ങനെ നാട്ടിൽ വരും, അങ്ങനെയായിരുന്നു. ഇപ്പൊ ധ്രുപദ്, ഖയാൽ ഇങ്ങനെയൊക്കെയുള്ള ഫോംസ് സത്യത്തിൽ ഇത് കേട്ട് മാത്രമേ പരിചയമുള്ളൂ. എങ്ങനെയാണ് ഇതിന്റെ വ്യത്യാസം? ഇപ്പൊ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൽ ഇപ്പൊ വോക്കലിന്റെ ഫോംസ് എടുക്കുകയാണെങ്കിൽ അതില് ഇപ്പൊ ധ്രുപദ്, ഖയാല്, ടുംറി അങ്ങനെ കുറെ സെക്ഷനുകളുണ്ട്. ധ്രുപദ് വളരെ പഴയതായിട്ടുള്ള ഒരു സിസ്റ്റമാണ്. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഇപ്പൊ പാടുന്നവരായിട്ടുള്ളത്. കൂടുതൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് ഖയാൽ മ്യൂസിക് ആണ്, ക്ലാസിക്കൽ മ്യൂസിക്കിലുള്ളത്. പിന്നെ ടുംറി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ലൈറ്റ് ക്ലാസിക്കലാണ്. അതായത് അതിലെ രാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന രാഗങ്ങളല്ല ഒരു ലൈറ്റ് രാഗങ്ങളായിരിക്കും. ഖയാലിൽ ഉപയോഗിക്കുന്ന രാഗങ്ങളിൽ ലൈറ്റ് രാഗങ്ങളാണ്. പ്രയോഗങ്ങളിലും വ്യത്യാസം, കുറച്ചുകൂടി ലൈറ്റ് രീതിയിലായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഭജൻസിന്റെ ഒക്കെ പോലുള്ള ട്രീറ്റ്മെന്റ് ആണല്ലേ. ഒരു സെമി ക്ലാസിക്കൽ എന്നുള്ള മോഡലിലേ പറയാൻ പറ്റുള്ളൂ. ടുംറി എന്ന് പറയുന്നത് പ്യൂർ ലൈറ്റ് അല്ല, ക്ലാസിക്കലിന്റെ തന്നെ ഒരു ലൈറ്റർ വെർഷനാണ്. ഇപ്പൊ അതൊരു നമ്മള് വോക്കൽ രീതിയിലാണ് അങ്ങനെ ഒരു സംഗതി വരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കർണാട്ടിക്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് നമ്മള് വായ്പാട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന അതേ കമ്പോസിഷനിൽ തന്നെയായിരിക്കും ഇൻസ്ട്രുമെന്റിൽ കാര്യം പ്ലേ ചെയ്യുന്നത്. ഇതിൽ അങ്ങനെയല്ല ഹിന്ദുസ്ഥാനിൽ വരുന്നത്. അപ്പം ഹിന്ദുസ്ഥാനി വോക്കലിൽ തന്നെ അവരുടെ കമ്പോസിഷൻസ് ഉണ്ടാവും. ഇപ്പൊ ഇൻസ്ട്രുമെന്റിൽ തന്നെ ഓരോ ഇൻസ്ട്രുമെന്റിനും അതിന്റേതായ പ്രത്യേകതകളുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ സിത്താർ ആണെങ്കിൽ സിത്താറിന്റേതായിട്ടുള്ള കമ്പോസിഷൻ ഉണ്ടാവും. ഈ ഘരാനകളാണോ നമ്മൾ കൂടുതലും ഈ സിത്താറിലൊക്കെ ഉപയോഗിക്കുക? ഘരാനകൾ എന്ന് വെച്ചാല് ഒരുപാട് ഘരാനകളുണ്ടെങ്കിലും പല പല ഘരാനകളുണ്ട്. കേട്ടറിവ് വെച്ചിട്ട് പറയുകയാണ്. ഇപ്പം പലതരം ഘരാനകൾ, ആഗ്ര ഘരാന, ജയ്പൂർ ഘരാന എന്നൊക്കെ പറഞ്ഞിട്ട് പല വ്യത്യസ്തമായ പേരുകളിൽ ഘരാനകൾ അറിയപ്പെടാറുണ്ട്. ഇത് ശരിക്കും ആ ഒരു ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണോ, എന്താണത്, എങ്ങനെയാണത് ക്ലാസിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്? കണക്റ്റഡ് ആണ്. ഒരു ആക്ച്വലി ഇതൊരു സ്കൂളാണ്, ഒരു സിസ്റ്റം ഓഫ് അവരുടേതായിട്ടുള്ള കുറെ രീതികളും. ആ ഒരു ഘരാന എന്ന് പറയുമ്പോ അവരുടേത് മാത്രമായിട്ടുള്ള കുറെ പ്രത്യേകതകൾ ഒക്കെ ഉണ്ടാവും അവർക്ക്. ഓരോ ഘരാന പ്രയോഗത്തിലുള്ള പാടുന്നതാണെങ്കിൽ പാടുന്ന രീതിയിൽ അവര് കൂടുതൽ ഉപയോഗിക്കുന്ന രാഗങ്ങളുടെ രീതിയിൽ, പിന്നെ രാഗത്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ, അവര് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ, അതിന്റെ താള സിസ്റ്റം, അങ്ങനെ എല്ലാപ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അത് അന്ന് കാലത്ത് വെച്ചാൽ അന്ന് ഓരോരോ ഏരിയകളാണല്ലോ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടലുകളും വളരെ കുറവ്. ഇന്നത്തെ കാലത്തെ പോലെ ഇല്ല. ഇന്ന് കുറച്ചുകൂടി ഒരു മിക്സഡ് ആയിട്ടുണ്ട് ആക്ച്വലി. എനിക്കൊന്ന് ഈ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയാണെന്ന് തോന്നുന്നു. കൂടുതലും കേട്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിന്റെ ഒരു ഡെവലപ്മെന്റ് വരുന്നത് കോർട്ടുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. ഇന്ത്യ ഒട്ടാകെയുള്ള മാറ്റങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം നമ്മൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിന് ഒരു വലിയൊരു ഗ്രോത്തും ഒരു ചേഞ്ചും ഡെവലപ്മെന്റും ഒക്കെ വന്നത് ഈ സ്വാതി പീരീഡിന് ശേഷമാണ്. അതൊരു കോർട്ട് അനുബന്ധമായിട്ട് പിന്നീടുണ്ടായ വളർച്ചയാണ്. അപ്പം ഇത് സംഭവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ഏകദേശം ഒരുപോലൊക്കെ തന്നെയാണ്. സംബന്ധിച്ചുള്ള കുറച്ചുകൂടി ഒരു ഡിവൈൻ ഒരു എന്താ പറയാ ഗോഡുമായിട്ടുള്ള ഒരു ബന്ധം കുറച്ച് കൂടുതലാണ്. ഹിന്ദുസ്ഥാനിയിൽ കുറച്ചുകൂടി അത് കണക്ഷൻ ഉണ്ടെങ്കിലും കുറച്ചും കൂടി ഒരു റൊമാൻറ്റിക് സൈഡാണ് കൂടുതൽ. മേ ബി ഇപ്പം ത്യാഗരാജ കൃതികളിലാണെങ്കിലും ദീക്ഷിതരുടെ കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞാൽ, അല്ല ഈ ശ്യാമശാസ്ത്രി അങ്ങനെയുള്ള വ്യക്തികളുടെ കോമ്പോസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഭക്തി
ഭക്തിയുടെ ഒരു കൺസെപ്റ്റ്, ഭക്തി കൺസെപ്റ്റ് അല്ലെങ്കിൽ എലമെന്റ് കുറച്ച് കൂടുതലായിട്ടുള്ളത് കൊണ്ടാവാം മേ ബി കർണാടക സംഗീതത്തിന് ആ ഒരു ഫേസ് കൂടുതലായിട്ടും വന്നിട്ടുള്ളത്. കുറച്ചുകൂടി കൂടുതൽ ഇപ്പൊ നമ്മളുടെ കമ്പോസിഷൻസ് എല്ലാം കൂടുതൽ നമ്മള് കൊട്ടാരത്തിലേക്കും മറ്റേ കോർട്ടില് രാജാക്കന്മാർ അവര് മറ്റേ അവർക്ക് സന്തോഷിപ്പിക്കാനുള്ള രീതിയിലേക്ക് പോകുന്നതുകൊണ്ട് സിത്താറിൽ വെച്ചാൽ പണ്ട് മുതലുള്ള ഒരു സേനിയ ഘരാനയാണ്. അപ്പൊ അതിന്റെ തന്നെ പല പല വെർഷനുകളാണ് ബാക്കിയുള്ള എല്ലാ ഘരാനകളും എന്ന് പറയുന്നത്. പിന്നെ മഹയാർ ഘരാനയാണ്, നമ്മള് പറഞ്ഞ രവിശങ്കർ അല്ല മഹയാർ ഘരാന ഉദ്ദേശിക്കുന്നവരാണ്. പിന്നെ ഞങ്ങളുടെ ധാർവാഡ് ഘരാന എന്ന് പറയും. നമ്മളുടെ ഘരാന തന്നെ ഇൻഡോറിൽ ഘരാനയിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഒരു ബീൻകാർ എന്ന് വെച്ചാല് രുദ്രവീണയിലാണ് ബീൻ എന്ന് പറയുന്നത്. അപ്പൊ ബീൻ ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ഒരു ഘരാനയാണ് ഈ ബീൻകാർ. ഞങ്ങളുടെ ഘരാനയുടെ സ്ഥാപകനായിട്ടുള്ള പറയുന്നത് റഹ്മത്ത് ഖാൻ എന്ന് പറഞ്ഞ ഉസാർ റഹ്മത്ത് ഖാൻ. അദ്ദേഹം ഒരു ബീൻ പ്ലെയർ ആണ്, രുദ്രവീണ പ്ലെയർ ആണ്. കൂടുതൽ ഒരു ദ്രുപദ് മ്യൂസിക് ഒക്കെയാണ് അതിൽ പ്ലേ ചെയ്യണത്. അപ്പൊ ഉസ്താദിനെ രുദ്രവീണ പിന്നീട് വായിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന് അങ്ങനെ രുദ്രവീണയിൽ നിന്ന് മാറി സിത്താറിലേക്ക് വന്നിട്ടുള്ളതാണ്. അതൊരു വലിയൊരു കഥയാണ്. നമ്മള് ഭീംബലാസിനെ കുറിച്ചൊക്കെ സംസാരിച്ചു, ഇതിനു മുന്നേ നമ്മൾ സംസാരിച്ചു. അതുപോലെ പോൾസന് വളരെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു രാഗത്തെ കുറിച്ച് പറഞ്ഞാൽ ഏതായിരിക്കും? ഒരു ദേശം എന്ന് പറഞ്ഞിട്ടൊരു രാഗം മലയാളികൾക്കും കൂടി കുറച്ചുകൂടി എന്താ പറയാ പരിചയമുള്ള ഒരു രാഗം കൂടിയാണ് ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രാഗാലാപന ഇപ്പം വോക്കൽ മ്യൂസിക്കിലെ മാതിരിയല്ല ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. ഈ ദേശരാഗത്തിലൂടെ ഈ എങ്ങനെയാണ് രാഗാലാപനയുടെ ഒരു സ്ട്രക്ചർ എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ, ഒന്ന് വായിക്കാമോ? ആലാപ് ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും ആലാപ് പോകുന്നത്. ജോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതിനൊരു ടെമ്പോ ഉണ്ടായിരിക്കും, ക്ലിക്കിലായിരിക്കും ഈ ജോഡ് എന്ന് പറയുന്ന സെക്ഷൻ പോകുന്നത്. ശേഷം ഫോളോ ചെയ്യുന്ന താളം ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ ഒരു ഫോർമാറ്റില് ഈ ഒരു ടെമ്പോ കീപ്പ് ചെയ്ത് കളിച്ചു പോവാം. ജോഡിങ്ങിലായിരിക്കും. പിന്നെ ജോഡിന്റെ തന്നെ ഒരു സെക്കൻഡ് സെഷനിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. ഒരു താൻ ആഡ് ചെയ്തിട്ട് ജോഡിന്റെ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക. കഴിഞ്ഞൊരു ജാല എന്നൊരു സെക്ഷൻ ഉണ്ട്. അതായത് മെയിനും ഇതിന്റെ ഒരു നമ്മള് വീണയിൽ താളക്കമ്പി എന്ന് പറയുന്ന ഇതിന് ചിക്കാരി എന്നാണ് നമ്മൾ പറയുക, ചിക്കാരി എന്നാണ് പറയാം. അത് യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്ലേയിങ് ആണ് ജാല എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ രാഗം നമ്മള് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പണ്ട് മുതലേ ദൂരദർശനില് മറ്റേ ഇത് ദേശരാഗത്തിലാണ്. ഇപ്പൊ നമ്മള് സിത്താറിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇവര് പണ്ഡിറ്റ് രവിശങ്കർ. അതാണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ഈ പാട്ടുണ്ടല്ലോ മയിലായി പറന്നുവാ, ബേണിച്ചേട്ടൻ്റെ ഒക്കെ പാട്ട് അതിലല്ലേ വന്നിരിക്കണേ?
പക്കാ ദേശീയ ദേശം തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ബാബുക്കയുടെ തന്നെ ഒരു പാട്ടുണ്ട്, ഒരു പുഷ്പം മാത്രം. ഒരു പുഷ്പം. ഞാൻ കുറച്ചൊന്ന് എംബ്രോയിസ് കൂടി ചെയ്തിട്ടാണ്. അത് ഭയങ്കര രസമുണ്ട് കേൾക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇതുപോലെ ഒരു ദേശിന്റെ ഒരു മൂഡിൽ വന്നിട്ടുള്ളത് മറ്റേ അതിപ്പോ ദേശ് മൂഡിൽ